പട്ടിക്ക് മേടിച്ചു കൊടുത്തിട്ട് പട്ടിനെ വഷളാക്കിയിരിക്കണല്ലേ? അതിന് ആരെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? അതിനെന്തിനാ നിങ്ങൾ അതിനായിട്ട് വഷളാക്കി വെച്ചിങ്ങനെ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ, ഇതാണ് കേട്ടോ നമ്മളെ പല്ലുന്തിയിട്ടുള്ള പട്ടി. ഇവനക്കൊരു പല്ലിന് ക്ലിപ്പ് ഇടാനയക്കണേ. പിന്നെ ഏതോ ഒരു ബസ് അവൻ്റെ ഒരു കാലിൻ്റെ പകുതിയും കൊണ്ടുപോയിക്കണേ. ഞാൻ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നും 20 രൂപയുടെ പാക്കറ്റ് ബിസ്ക്കറ്റ് ആ പട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുക്കണം. നമ്മൾ അച്ചേട്ടനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മൂപ്പര് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂപ്പര് ആ പട്ടിക്ക് കൊടുക്കാറുള്ളത് ദിവസം വന്നിട്ട് മൂപ്പര് ഒരു 20 രൂപയുടെ ബിസ്ക്കറ്റോ 10 രൂപയുടെ ബിസ്ക്കറ്റോ എന്തെങ്കിലും മൂപ്പര് ആ പട്ടിക്ക് മേടിച്ചു കൊടുക്കാതിരിക്കില്ല. മൂപ്പരാകെ കുടിക്കൊരു ചായയാണ്, അതിൻ്റെ കടി പട്ടിക്കുള്ളതാണ്. ആ പട്ടി അച്ചുവേട്ടനെ കാത്ത് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൂപ്പര് അഥവാ ഇനി മേടിച്ചു കൊടുക്കാൻ നേരം വഴുകുകയാണെങ്കിൽ അച്ചുവേട്ടൻ്റെ അടുത്ത് പോയിട്ട് ആ പട്ടി കരയും. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതുപോലത്തെ മനുഷ്യന്മാരൊക്കെ കാണുമ്പോൾ ശരിക്കും എത്രയോ എങ്ങനെയാണ് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മനുഷ്യന്മാരുടെ സ്നേഹം ഉണ്ടല്ലോ, അത് ഈ അച്ചുവേട്ടൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഒന്നും ഉണ്ടായിട്ടാവില്ല. പക്ഷെ എന്നാലും അച്ചുവേട്ടൻ കഴിക്കുന്നതിൽ ഒരു പങ്ക് ആ പട്ടിക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഈ അച്ചുവേട്ടനോടുള്ള കൂടുതലായിട്ട് ഇഷ്ടം തോന്നാൻ കാരണം. ആ പട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അച്ചേട്ടൻ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാവരും ചീത്ത മനുഷ്യന്മാരെ മാത്രം നമ്മൾ എല്ലാ റീലിലും ഇതിലും കാണുന്നത്. പക്ഷെ നല്ല മനുഷ്യന്മാരെ കുറിച്ച് കാണുന്നത് വളരെ കുറവല്ലേ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ മനുഷ്യനെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാൻ കാരണം. ഈ അച്ചേട്ടൻ മേടിച്ചു കൊടുക്കുന്ന ഈ ബിസ്ക്കറ്റും കഴിച്ച് സുഭിക്ഷിതമായി ജീവിക്കുന്ന ഒരു കുഞ്ഞു പട്ടിയാണിത്. പാവം പട്ടിയാണ്. അതിനെ വണ്ടിയൊക്കെ കയറിയിട്ട് അതിൻ്റെ ആയുസ്സുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് അത്രയും വയ്യാത്തൊരു സിറ്റുവേഷനിലും അച്ചേട്ടൻ അതിനും ഇതുപോലെ ബിസ്ക്കറ്റും പാലും ഇതൊക്കെ എന്തൊക്കെയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അതിനെ ഊർജം കൊടുത്ത് വീണ്ടും ഇപ്പോഴും അറിയണല്ലോ ഇങ്ങനത്തെ ആൾക്കാർ ദുനിയാവിലുണ്ട്. മോശപ്പെട്ടവരെ അല്ല, മോശപ്പെട്ട കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവരോടും പറയില്ലേ? അപ്പം നല്ല കാര്യം ചെയ്യുമ്പോഴും പറയണ്ടേ? അറിയണം.